കോടിക്കണക്കിന് വരുന്ന മിഡിൽ ക്ലാസ് മലയാളി യൂത്തിന്റെ കഥയാണിത്. കോരിച്ചൊരിയുന്ന വഴിയിട്ട് തൃശ്ശൂരിൽ നിന്ന് അങ്ങ് നെല്ലിയാമ്പതി വരെ വീട്ടിലൊരു വാക്ക് പോലും പറയാതെ പോയ രണ്ട് സുഹൃത്തുക്കളുടെ കഥ. അത് വല്ലാത്തൊരു കഥ തന്നെയാണ്. രാവിലെ എനിക്ക് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴ. അപ്പൊ വിചാരിച്ചു സ്റ്റോക്ക് മാർക്കറ്റിന് കുറച്ച് കാശ് ഉണ്ടാക്കാന്ന്. അപ്പോൾ നമുക്ക് കൂട്ടുകാരെ വിളിച്ചത് പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട്. പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴ, എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് നെല്ലിയാമ്പതിക്ക് ഒരു ടൂർ പ്ലാൻ ചെയ്തു. ഹെൽമെറ്റും കോട്ടൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങി. എന്നാ പാട്ട് പാടി വന്ന ഞങ്ങൾക്ക് നല്ല ചുട്ട വെയിലായിരുന്നു. അതിലപ്പോൾ അവനെ വഴിയിൽ തെറ്റിച്ചു. തമിഴ്നാട് വരെ അവനെ കൊണ്ടെത്തിച്ചു. അവിടുന്ന് മാപ്പ് എടുത്ത് തിരിച്ച് ഞങ്ങൾ പൂത്തുണ്ടി ഡാമെത്തി. പിള്ളേർ റീൽസ് ഒക്കെ എടുക്കുന്നുണ്ട്. വീട് ആവശ്യമൊക്കെ ഈ കാഴ്ച ഞങ്ങൾ വീണ്ടും ഹാപ്പി പാട്ട് പാടി തുടങ്ങി. അവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയപ്പോൾ വേറെ ലെവൽ വൈബ് കാഴ്ചയായിരുന്നു. മുമ്പിലുള്ള 50 മീറ്റർ മുമ്പിലുള്ള കാര്യം പോലും നമ്മൾ കാണാൻ പറ്റില്ല. അത്രയ്ക്കും കോടമഞ്ഞായിരുന്നു. പിന്നെ അവിടെ നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അവിടെയുള്ള വേറെയും കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. വേർത്തെന്ന് വെച്ചാൽ അമ്മാതിരി വേർത്തായിരുന്നു ഈ ഒരു ട്രിപ്പ്. അതുപോലെ ഞങ്ങൾ സൂയിസൈഡ് പോയിന്റ് കയറി വീടും കണ്ടുപിടിച്ചു. അവിടെ ഏട്ടൻ്റെ വീട്. അപ്പോൾ